ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്ന് തമ്പനയിൽ കണ്ട പോലെ തന്നെ കടം നിങ്ങളുടെ മുമ്പിൽ നിന്നും മാറി നിൽക്കും എന്നുള്ള ഒരു തമ്പനയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഇന്നെങ്കിലും ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പും ഇത് ഇടുമോ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ളത് തന്നെയാണ് കേട്ടോ. കടം എന്നുള്ളത് നമ്മൾ രണ്ടറ്റത്തും കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇന്ന് പലരും കടന്നു പോകുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ കടം ഉണ്ടാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ശക്തൻ തമ്പുരാൻ്റെ പ്രയത്നം കൊണ്ട് എനിക്കൊന്നും കടമില്ല. അതിന് ക്രെഡിറ്റ് ഹസ്ബൻഡാണ് കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞ തൊട്ട് ഞാൻ സന്തുഷ്ടമായിട്ട് കടമില്ലാതെ തന്നെയാണ് ജീവിക്കുന്നത്. അത് ഹസ്ബൻഡിൻ്റെയാണ് അതിൻ്റെ ക്രെഡിറ്റ്. പക്ഷേ ഞാനും കൂടി എഫേർട്ട് എടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ കടമില്ലാത്തവർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അവർ ഭാഗ്യവാന്മാരാണ് കേട്ടോ. അപ്പോൾ 1 രൂപ പോലും കടമില്ലാതെ സ്വസ്ഥമായിട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ എനിക്കറിയുന്നത് പറഞ്ഞു തരാം. കടമില്ലാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ, കണ്ടിട്ടും ഉണ്ടാവും കേട്ടിട്ടും ഉണ്ടാവും, പലരും കോടീശ്വരനാകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് അവർ നല്ല കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അവരുടെ എന്താണോ അവർ ചെയ്യുന്ന ജോലി അതിൽ അവർ എഫേർട്ടും കഴിവും തെളിയിച്ച് കാശുണ്ടാക്കുന്നത് മാത്രമല്ല, എങ്ങനെ ഡബിളാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചിലവഴിക്കണം എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതെന്തുകൊണ്ടാണ് അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പലരും ഇപ്പോഴും കോടീശ്വരന്മാരായിരിക്കുന്നവരൊക്കെ അങ്ങനെയാണെന്നാണ് ഞാൻ പലതും നമ്മൾ വായിക്കുമല്ലോ ഓരോരുത്തർ, ആ കഥകളിൽ നിന്നും ഇതിൽ നിന്നുമൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പിന്നെ നമ്മളുടെ ചുറ്റുവട്ടത്തു നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവർ എങ്ങനെ കാശുണ്ടാക്കിയിട്ട് അവരെന്ത് ചെയ്യുമെന്നറിയോ, അതെങ്ങനെ ഡബിളാക്കുമെന്ന് പറഞ്ഞിട്ട് നല്ല ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചിട്ട് അവർ അതിനെ ഡബിളാക്കിയിടും. മനസ്സിലായില്ലേ? അതായത് ഡബിൾ എന്ന് പറയുന്നത് പലിശയ്ക്ക് കൊടുത്തിട്ടുള്ള കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. അല്ലാതെ പലതരത്തിലുള്ള നമ്മളെ പറ്റിക്കപ്പെടാത്ത കുറേ ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ടല്ലോ. അപ്പോൾ അതിലൂടെ അവർ ബുദ്ധിപരമായി പ്രവർത്തിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ ചിന്തിച്ച്, അവർ ഇപ്പോൾ ഒരു 1000 രൂപ കിട്ടിയാൽ അതിനെ 2000 എങ്ങനെ ആക്കാം എന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ കൂട്ടി വെച്ചിട്ടാണ് അവർ കോടീശ്വരന്മാരാകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരൊക്കെ വലിയൊരു സല്യൂട്ട് തന്നെ നമ്മൾ കൊടുക്കണം കേട്ടോ. അല്ലാതെ ഈ സ്വത്തും മുതലും വെച്ചിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്.